വെൽക്കം ബാക്ക് ടു അനോറ ഇൻസൈറ്റ് സീരീസ്. നമ്മുടെ യൂത്ത് ഇന്നിപ്പം ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു മാരേജ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ഇതെന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. പഠനങ്ങൾ പറയുന്നത് ഒരു 42% ഇന്ത്യൻ യൂത്ത് കല്യാണത്തിനോട് എതിരാണ്, അല്ലെങ്കിൽ ഇപ്പം താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ട് പേരൻസിന് ഭയങ്കര സ്ട്രെസ്സ്, ഈ പറയുന്ന യൂത്തിന് തന്നെ ഒരു സ്ട്രെസ്സുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ യൂത്ത് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് സൈക്കോളജിക്കലായിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട്, ഇക്കണോമിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്, പിന്നെ കുറേ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അതിനകത്തിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സ്വന്തം പേരൻസിൻ്റെ തന്നെ മാരേജിൻ്റെ ആ ഒരു പാറ്റേൺ, അത് കുട്ടിക്കാലത്ത് മുതൽ കണ്ട് മനസ്സിലാക്കുന്നതിൽ നിന്നും പേരൻസ് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ട്, ടോക്സിസിറ്റി ഉണ്ട്, എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ അവരുടെ ഫാമിലിയിലുണ്ടെങ്കിൽ ഈ കുട്ടി കൺക്ലൂഡ് ചെയ്യുന്ന ഒരു തീരുമാനമുണ്ട്, മാരേജ് ഈസ് എ പെയിൻ, ഒരു വേദനയാണ് എന്ന് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിക്കുകയും പിന്നീട് ഒരു അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോഴും മാരേജിന് എതിരായിട്ട് ഇപ്പം വേണ്ട എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നർ ചൈൽഡ് വൂൺസ് ആണ്. ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള ചില നെഗ്ലക്റ്റ്, അബ്യൂസ്, അവൻ്റെ നീഡ്സ് അല്ലെ അവളുടെ നീഡ്സ് പേരൻസ് മീറ്റ് ചെയ്യാത്തത് കൊണ്ട് കുട്ടിക്കുണ്ടായിട്ടുള്ള ആ ഒരു വിഷമങ്ങളാണ് ഇന്നർ ചൈൽഡ് വൂണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയമാണ്, ഫിയറാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ ഭയം കാരണം അവനവൻ്റെ ഈഗോയെ സംരക്ഷിക്കാൻ വേണ്ടി അവരത് അവോയ്ഡ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, അരക്ഷിതമായ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ഈ അഡൽട്ട് കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻറ്റിമസിയിലേക്ക് പോകാനും ഒക്കെ ഒരു മടിയായിരിക്കും. പിന്നെ കൂടാതെ ആങ്സൈറ്റി, ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഇടയിലും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് കൂടുതൽ റേഷ്യോയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആങ്ഷ്യസ് ആണ്, കല്യാണം കഴിച്ചാൽ എങ്ങനെയിരിക്കും, എനിക്കൊരു പെർഫെക്റ്റ് പാർട്ട്ണറെ കിട്ടുമോ, എൻ്റെ ലൈഫ് സെറ്റാകുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ആങ്സൈറ്റി ഉണ്ട്. പിന്നെ മൂഡ് ഡിസോർഡേഴ്സ്, ഡിപ്രഷനൊക്കെ പോലെയുള്ള മൂഡ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരും ഇതിനൊക്കെ ഒരു ഇപ്പം വേണ്ട ഒരു താല്പര്യക്കുറവ് കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നീടുള്ളത് പേഴ്സണാലിറ്റി ഇഷ്യൂസാണ്. ഹെൽത്തി അല്ലാത്ത പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി, അങ്ങനെയുള്ളവർ ഷിസോയിഡ് പേഴ്സണാലിറ്റി, അവരൊക്കെ ഒരു തണുപ്പൻ പ്രകൃതമായിരിക്കും. അവർക്ക് വേറൊരാളുമായിട്ട് ഇങ്ങനെ ഇൻറ്റിമേറ്റ് റിലേഷനിലോട്ട് പോകാൻ ഒരു താല്പര്യക്കുറവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വിവാഹം വേണ്ട എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തി നിൽക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന സോഷ്യൽ ഫാക്ടേഴ്സാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട് ഒരു സോഷ്യൽ ക്ലോക്ക് ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്നു, PG പഠിക്കുന്നു, PhD, അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുന്നു, കല്യാണം കഴിക്കുന്നു, കുട്ടിയാകുന്നു, സെറ്റിലാകുന്നു. പക്ഷേ ഇപ്പോൾ ആ സോഷ്യൽ ക്ലോക്ക് മാറി വിവാഹം എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്, ഒരു ഓപ്ഷനായി മാറിയിരിക്കുന്നു. ആൾക്ക് തീരുമാനിക്കാം വേണോ വേണ്ടയോ എന്നുള്ളത്. അതിനോട് മാതാപിതാക്കളും സമൂഹവും എഗ്രി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ആ ഒരു സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ഇതിൻ്റെ ഒരു കാരണമാണ്. പകരമായിട്ട് ആൾക്കാർ ലിവിങ് ടുഗദർ ചെയ്യുന്നുണ്ട്, ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ടെക്നോളജി നമ്മുടെ എല്ലാം വിരൽത്തുമ്പിലായതുകൊണ്ട് തന്നെ പോണോഗ്രഫി സൈറ്റ്സ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കൂടെ ഇവരുടെ സെക്ഷൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു പാർട്ട്ണറിൻ്റെ ഒരാവശ്യം പലപ്പോഴും പല യൂത്തും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ആവശ്യം തോന്നുന്നില്ല എന്നുള്ളത്. അതൊരു സോഷ്യൽ ഫാക്ടറാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലെ കസിൻസ്, ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന നമ്മുടെ ബന്ധുക്കാർ, ഫ്രണ്ട്സ്, അവരുടെയൊക്കെ കല്യാണത്തിലുള്ള പ്രശ്നങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് തന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിച്ചവരുടെ കഥ കേൾക്കുമ്പം കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്, അതാണ് എനിക്ക് സന്തോഷം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മളെപ്പോഴും ജനറലൈസ് ചെയ്യുവാണ്.
ചെറിയ ചെറിയ ഇൻസിഡൻസ് എടുത്തിട്ട് ജനറലൈസ് ചെയ്യുവാണ്. മാരേജ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ നെഗറ്റീവായിട്ട് പിക്ചറൈസ് ചെയ്യുവാണ്. ഇതിനകത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് നല്ലൊരു റോളുണ്ട്. നമ്മൾ കാണുന്ന പല ഇൻഫർമേഷനും ചിലപ്പം അത് ചെറിയ ചെറിയ ഇൻസിഡൻസ് ആയിരിക്കാം. എല്ലാവരും അങ്ങനെ ആകണം എന്നില്ല. അതാണ് ഇതിൻ്റെ വേറൊരു സോഷ്യൽ കാരണം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇക്കണോമിക്കലായിട്ടുള്ള കാരണം. ഇപ്പോൾ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ഉണ്ടാവുക, മാരേജ് ചെയ്യുക, വീട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ യൂത്തിനൊരു ധൈര്യക്കുറവുണ്ട്. പിന്നെയുള്ളത് എല്ലാവർക്കും ഇപ്പോൾ ഫ്രീഡം വേണം, ഇൻഡിപെൻഡൻസ് വേണം. നമുക്ക് ഇന്ത്യയിലൊരു കളക്റ്റിവിസം ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, ഒരു കളക്റ്റീവ് കൾച്ചറായിരുന്നു. അപ്പോൾ നമ്മുടെ പേരൻസ്, വീട്, കുട്ടികൾ, അങ്ങനെ പാർട്ട്ണർ അങ്ങനെയായിരുന്നു. ഇപ്പം അത് മാറിയിട്ട് ഇൻഡിവിജ്വലിസം കുറേയൊക്കെ നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക്, എസ്പെഷ്യലി യൂത്തിൻ്റെ ഇടയിലേക്ക് നല്ല രീതിയിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാൻ ഒരു ഫിയറുണ്ട്. അല്ലെങ്കിൽ അത് ആവശ്യമില്ല, എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, പിന്നെ എന്തിന് ഞാൻ അതിന് പോകുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നെ പല യൂത്തും നമ്മളോട് കൗൺസിലിങ്ങിൽ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വർക്ക് ഫ്രം ഹോം കൊടുക്കുന്നുണ്ട് നമ്മുടെ കോവിഡിന് ശേഷം. പറയും ഇൻലോസ് ഉള്ള വീട്ടിൽ വർക്ക് ഫ്രം ഹോം എടുത്തിരിക്കാൻ താല്പര്യമില്ല, അങ്ങനെയുള്ളിടത്തേക്കുള്ള കല്യാണം എനിക്ക് വേണ്ട എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻടോളറൻസ് ആണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അല്ലെ വൈഫിൻ്റെ പേരൻസിനെയും റിലേറ്റീവ്സിനെയും ഇൻലോസിനെയും ഉൾക്കൊള്ളാനുള്ള ആ ഒരു ഇൻടോളറൻസ്, അതും ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനുമുള്ള താല്പര്യക്കുറവാണ് ഇപ്പോഴുള്ള വേറൊരു പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇതിനെന്ത് ചെയ്യാമെന്നുള്ളതാണ്. നമുക്കെപ്പോഴും കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ പേരൻസ് വിഷമിക്കുന്നുണ്ട്. അപ്പം പേരൻസ് ആണെങ്കിലും യൂത്ത് ആണെങ്കിലും എപ്പോഴും ഒരു സപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നേ ഞാൻ പറയുള്ളൂ. എന്താണ് ബേസിക്കായിട്ട് നമ്മുടെ പേടി, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ആ പേടി അഡ്രസ്സ് ചെയ്യണം. അതിന് സൈക്കോതെറാപ്പീസ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമ്മുടെ ആ ഫിയർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് ഇതാക്കാം. പിന്നുള്ളത് ജനറലൈസേഷൻ നമുക്ക് ഒഴിവാക്കാം. പിന്നെ അതുപോലെ പെർഫെക്റ്റ് മാരേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പം നമ്മളുടെ ആങ്സൈറ്റി നമുക്കൊരു പെർഫെക്റ്റ് പാർട്ട്ണറെ കിട്ടുമോ എന്നുള്ളതാണ്. അതല്ല, നമ്മളൊരു പെർഫെക്റ്റ് പാർട്ട്ണർ ആകാൻ നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റും റിലേഷൻഷിപ്പും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.